എപ്പോഴും നല്ല റോള് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പാണ് എപ്പോഴും വരുന്നത്. സാധാരണ അങ്ങനെയല്ല. സാധാരണ അങ്ങനെയല്ല. എനിക്ക് മാത്രം നല്ല റോള് ചെയ്തോ പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേറെ റോള് വരുന്നുള്ളൂ. എന്താണെന്നറിയില്ല. എന്താന്ന് ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. പാരകളുണ്ടോ? അതെനിക്കറിയില്ല. പാരകളുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, സീനത്ത് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ് എന്നാ വേണ്ട എന്ന് ചിന്തിക്കൂ. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇഷ്ടം പോലെ പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ വിളിച്ച പടങ്ങൾ വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ ഡയറക്ടറെ കാണുമ്പോഴേ അറിയുള്ളൂ. നല്ല നല്ല റോളുകളാണ് പോയിട്ടുള്ളത്. അതൊക്കെ ഉഗ്രൻ റോളുകൾ. വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും. കാരണം നമ്മളറിയുന്നില്ലല്ലോ. സംവിധായകൻ നമ്മളെ വിളിക്കാൻ പറഞ്ഞിട്ട് നമ്മളറിയുന്നില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം അന്ന് വിളിച്ചിട്ട് വരാൻ പറ്റില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നായി പോകും നമുക്ക്. സംവിധാനം പറഞ്ഞിട്ടുണ്ട് വിളിക്കാൻ. അതെ, അത് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അന്നും പ്രൊഡക്ഷൻ കൺട്രോളർമാരാണല്ലോ നിയന്ത്രിക്കുന്നത്. ആരാത് ചെയ്യുന്ന അറിയില്ല. പ്രൊഡക്ഷൻ മാനേജർ അങ്ങനെയാണല്ലോ, അവരാണല്ലോ വിളിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നു, നമ്മൾ വിളിക്കുന്നു. അപ്പോൾ സംവിധായകനും പ്രൊഡ്യൂസറും പറഞ്ഞിട്ടുണ്ടാവും. അതെ, പ്രൊഡ്യൂസറല്ല, സംവിധായകർക്ക് അവർ പറഞ്ഞിട്ടുണ്ടാവും. പ്രൊഡ്യൂസർ അങ്ങനെ ഇടപെടാറുണ്ടോ എനിക്കറിയില്ല. അല്ല, ലിസ്റ്റ് കിട്ടി കാണുമല്ലോ അവർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നാളെ വെക്കണമെന്ന് പറയുന്നല്ല പറഞ്ഞത്. അതെ, നമ്മുടെ റോള് സംവിധാനമുള്ള തീരുമാനം. സീനത്ത് എന്ന് പറഞ്ഞ ആക്ടിന് ഈ റോള് സീനത്തിനാണ് എന്ന് പറയുമ്പോൾ സീനത്തിനെ വിളിക്കുന്നു. പിന്നെ നമുക്കത് ഭയങ്കര സങ്കടം വരും അത് കാണുമ്പോൾ. എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്നുള്ളത്.